നമുക്കിന്ന് ഒരു ഒത്തൻറ്റിക് അങ്കമാലി മാങ്ങയും മീനും വെക്കാൻ പഠിച്ചാലോ? സോ ഗൈസ്, ദിസ് ഈസ് ANT ക്രേവിങ്സ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യൂട്യൂബിൽ പലയിടത്തും മാങ്ങക്കറി വയ്ക്കുന്ന വീഡിയോസ് ഉണ്ടെങ്കിലും ഒത്തൻറ്റിക് മാങ്ങക്കറിയുടെ റെസിപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ, ആസ് ആൻ അങ്കമാലിക്കാരി. അപ്പോൾ നമ്മുടെ മാങ്ങക്കറിക്ക് എന്ത് കാണാൻ നോക്കിയാലോ? വായോ. ഒരു സവാള, കുറച്ചധികം കുഞ്ഞുള്ളിയാണ് നമ്മുടെ മാങ്ങക്കറിയുടെ മെയിൻ ആയിട്ട് കേട്ടോ. പിന്നെ മാങ്ങക്കറിക്ക് സവോള അരിയുമ്പോൾ സവോളയുടെ കനം എല്ലാം ഒരേപോലെ ആയിരിക്കണമെന്ന് അമ്മ എപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ നമ്മുടെ മാങ്ങ, പിന്നെ തേങ്ങാപ്പാൽ. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും അതുപോലെ 3-ാം പാലും നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടി. നമ്മുടെ മാങ്ങാക്കറിയുടെ കളർ ഇരിക്കുന്നത് ഈ മഞ്ഞൾപ്പൊടിയിലാട്ടോ. ശേഷം ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരല്പം കൂടെ പാലൊഴിച്ച് കൊടുത്ത് അരക്കാം കേട്ടോ. ഇനിയാണ് മക്കളെ നമ്മുടെ മെയിൻ കലാപരിപാടി. ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി, അതുപോലെ ഇഞ്ചി, കറിവേപ്പില, ആവശ്യത്തിന് കല്ലുപ്പ് പൊടിയുപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തേക്കുന്നത്. ശേഷം അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കയ്യിൽ ഒഴിച്ചിട്ടൊക്കെയാണ് അമ്മ ആഡ് ചെയ്യാറ്. അപ്പം ഞാനും അതേപോലെ തന്നെയാണ് ചെയ്തത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പുളിക്ക് ആവശ്യത്തിന് ചൊറുക്ക ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയാണ് മക്കളെ യഥാർത്ഥ യുദ്ധം തുടങ്ങാൻ പോകുന്നത്. ആ കുഞ്ഞുള്ളിയും ഇഞ്ചിയും വേപ്പിലേക്ക് നല്ലപോലെ ഉടയണം. നല്ലപോലെ ഞെരടി കൂട്ടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ കൂട്ടിത്തിരുമലാണ് മാങ്ങാക്കറിയുടെ മെയിൻ ഐറ്റം. ആ ടേസ്റ്റത്തെ പിന്നിൽ ഈ കൂട്ടിത്തിരുമലാണ്. നല്ലപോലെ കൂട്ടിത്തിരുമണം. അമ്മ പറയും കുഞ്ഞുള്ളി പകുതി വേവ് കലത്തി തന്നെ ആവുന്നത് പോലെ വേണം കൂട്ടിത്തിരുമാനെന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോള ആഡ് ചെയ്ത് കൊടുക്കുക. സവോള ആഡ് ചെയ്തിട്ട് എക്കെയും നമ്മുടെ സ്ഥിരം പരിപാടി അത് തന്നെ, അങ്ങ് കൂട്ടിത്തിരുമ. സവോളയും നല്ലപോലെ ഒടഞ്ഞു വരുന്ന രീതിയിൽ കൂട്ടിത്തിരുമണം കേട്ടോ. സവോള ആഡ് ചെയ്ത് കൂട്ടിത്തിരുമ്പോൾ അതിലേക്ക് ഒരല്പം തേങ്ങയുടെ 1-ാം പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൂട്ടിത്തിരുമാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ചേർത്തിട്ട് കൂട്ടിത്തിരുമ്പോൾ അതിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരും. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ അരച്ചില്ലേ അത് നമ്മുടെ മിക്സിയിലേക്ക് 3-ാം പാൽ ഒഴിച്ച് ആ മിക്സി ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ കൂട്ടിത്തിരുമുന്നുണ്ട്. മാങ്ങക്കറിയുടെ ടേസ്റ്റിൻ്റെ പിന്നിലെ മെയിൻ കാര്യം ഈ കൂട്ടിത്തിരുമലാണ് കേട്ടോ. ഈ കൂട്ടിത്തിരുമൽ ശരിയായില്ലെങ്കിൽ മാങ്ങാക്കറിയുടെ ടേസ്റ്റേ മാറുമെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് നമ്മുടെ മെയിൻ ഐറ്റം മാങ്ങ ആഡ് കൊടുക്കാം. മാങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ എല്ലാം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂട്ടിത്തിരുമുമ്പോൾ പച്ചമുളക് ഇടാഞ്ഞത് കൈ പുകയും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് 2-ാം പാലും 3-ാം പാലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കലം നേരെ അടുപ്പത്തേക്ക് വയ്ക്കാം. മാങ്ങാക്കറി അടുപ്പത്ത് കയറിയാൽ പിന്നെ അങ്ങും ഇങ്ങും തിരിയാനുള്ള നേരം കിട്ടില്ല എന്നാണ് എല്ലാവരും പറയാറ്. നമുക്കിതിനി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് പാകത്തിനാണോ നോക്കി ഉപ്പും കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മാങ്ങാക്കറി നല്ലപോലെ തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ മാങ്ങക്കറി നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെജിറ്റേറിയൻസ് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒത്തൻറ്റിക് അങ്കമാലി മാങ്ങക്കറി റെഡിയാക്കാവുന്നതാണ്. മീൻ ഇട്ട് വെക്കുന്ന മാങ്ങാക്കറിക്കും മീൻ ഇടാതെ വെക്കുന്ന മാങ്ങാക്കറിക്കും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പക്ഷേ രണ്ടും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി പയ്യെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മീനൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത നമ്മുടെ മീൻ വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1-ാം പാൽ തിളച്ച് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. 1-ാം പാൽ ഒഴിച്ച് ഒന്ന് തള വരുമ്പോൾ നമുക്കിത് വാങ്ങി വെച്ച മാങ്ങാക്കറിയിലേക്ക് നമുക്കൊരു നുള്ള് ഉലുവ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കാച്ചി വയ്ക്കാനുള്ള പരിപാടി നോക്കാം. അതിന് വേണ്ടിയാണ് ഈ കുഞ്ഞുള്ളിയും വറ്റൽമുളകും.
ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കുപ്പി ഉണ്ടോ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പറയാൻ മറന്നുപോയി. പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഓർത്തപ്പോൾ പറഞ്ഞതാണ്. ഓയിലും വെളിച്ചെണ്ണയൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ശേഷം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി അതുപോലെ വറ്റൽമുളകും ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുഞ്ഞുള്ളി വറ്റൽമുളകും നല്ലപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം അടുപ്പിൽ നിന്ന് ഒന്ന് വാങ്ങി വെച്ചിട്ട് അതിലേക്ക് ഒരു നുള്ള മുളക് പൊടി കുറച്ചിട്ടാൽ മതി, ഓവറായി പോകരുത്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ മുളക് പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ശേഷം ഇത് നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാച്ചി ഒഴിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കല ഒന്ന് ഇങ്ങനെ അനക്കി കൊടുക്കുക കേട്ടോ. സെറ്റ്, നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ നോക്കിയിരിക്കുന്നത്, വേഗം പോയി നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി അങ്ങ് ഉണ്ടാക്കുന്നേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. സോ ഇതേപോലെയുള്ള ഈസി പീസി റെസിപ്പീസിനായി ഡു ഫോളോ AND Cravings. താങ്ക്സ് ഫോർ വാച്ചിങ്.